ഞാൻ അപ്പോഴും ഇപ്പോഴും ചിന്തിക്കുന്നത് ജനിച്ചാലൊരു മരണം ഉണ്ടാതെ എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ കാരണം ഒരാളോട് രക്ഷപ്പെടുന്നെങ്കിൽ എനിക്ക് സന്തോഷമാണ്. ആയിട്ട് തോന്നിയത് ബിനുവിൻ്റെ കിഡ്നി സ്വന്തം കൂട്ടുകാരൻ, അതും യാതൊരു നിവൃത്തിയില്ലാത്ത ഒരാൾക്ക് കൂട്ടുകാരനെന്നുള്ള രീതിയിൽ ദാനം ചെയ്തു എന്നറിഞ്ഞപ്പോൾ അത് MS സുനിൽ ടീച്ചർ 365ാമത് വീട് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. നമസ്കാരം. നിർധനരായ കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പത്തനംതിട്ട സ്വദേശിനിയായ ഡോക്ടർ MS സുനിൽ ടീച്ചർ 365ാമത് വീട് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. പത്തനംതിട്ട കൊടുമൺ സ്വദേശിയായ ബിനുവിനാണ് വീട് നിർമ്മിച്ച് നൽകിയത്. ഈ ബിനുവിന് വീട് നിർമ്മിച്ച് നൽകുന്നതിനായി ബിനുവിനെ കണ്ടെത്താൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. 2 മക്കളുമായി കഴിയുന്ന ബിനുവിനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ബിജു, വീടൊക്കെ കിട്ടിയല്ലേ? കിട്ടി. താമസിച്ചോ? താമസിച്ചു. എങ്ങനെയാണ് വീട്? എനിക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയായിരുന്നു. എനിക്ക് അത് കഴിഞ്ഞ ശേഷം എൻ്റെ മോനൊരു സുഖമില്ലാതെ വന്നപ്പോഴത്തേനും പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാതായി. 2 വർഷത്തോളം വീട് പണി ഇങ്ങനെ കിടന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതൊരു ടീച്ചർ വീട് വെച്ച് കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എനിക്ക് ടീച്ചറിൻ്റെ ഫോൺ നമ്പർ തന്നില്ല, അഡ്രസ്സ് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ടീച്ചറിനെ പോയി കാണാൻ പറ്റി. അങ്ങനെ ടീച്ചർ വന്ന് എനിക്ക് എൻ്റെ പണികളെല്ലാം ചെയ്തു തന്നു. കുറേ കാലമായിട്ട് വീടിങ്ങനെ 2 വർഷമായിട്ട് വീട് പണി ഇങ്ങനെ കിടക്കുമായിരുന്നു. ഞാൻ വേറെ ഒത്തിരിയും പണി നോക്കണക്കൊന്നും എനിക്ക് പറ്റില്ല. സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ട് വാർക്കാൻ നോക്കണക്കെ അതും എനിക്ക് നടക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ സാറിനെ പോയി കാണുന്നത്. വീട് പിന്നെ പൂർത്തീകരിക്കാൻ കഴിയാത്തതിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ജോലിയും കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേന് വീട് അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ മാനസികമായിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നിന്ന് എനിക്കൊരു വഴിക്കുന്ന ദിവസത്തിൻ്റെ കാലത്ത് ഞാൻ ടീച്ചർക്ക് പോകാനും ടീച്ചർ വന്ന് എനിക്കിത് ഇത്രയും ചെയ്തു തരാനും കഴിഞ്ഞതിനകത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നടക്കുമെന്ന് വിചാരിച്ചോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ആണെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കാര്യം നടന്നിട്ടില്ല? ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ മനസ്സിൽ തോന്നി. അങ്ങനെ ഒരു ടീച്ചറിൻ്റെ സ്ഥാനത്ത് എനിക്ക് ടീച്ചർ എനിക്ക് ദൈവത്തെ പോലാണ്. അപ്പോൾ അവിടെ ചെല്ലാനൊന്നും ടീച്ചർ അങ്ങനെ വന്ന് ഇത് കണ്ട് എനിക്ക് ഇത്രയും ചെയ്ത് തന്നതിനകത്ത് എനിക്ക് ഒരുപാട് നന്ദി, സ്നേഹവും കടപ്പാടും ടീച്ചറോടുണ്ട് എന്നും. കാര്യം എനിക്ക് കയറി കിടക്കാനുകൊണ്ട് ഇത്രയും ആക്കി തന്നില്ല. കാര്യം എനിക്ക് വയ്യാത്തതിൻ്റെ പേരിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ എനിക്ക് അത്രയും ചെയ്തതിനകത്ത് എന്ത് പറ്റി? ഞാൻ എൻ്റെ ഒരു കിഡ്നി ഒരാൾക്ക് കൊടുത്തായിരുന്നു, എൻ്റെ കൂട്ടുകാരന്. എൻ്റെ കൂടെ ജോലി ചെയ്ത ആളാണ്. അങ്ങനെ സുഖമില്ലായിരുന്നപ്പോൾ ഞാൻ കൊടുത്തതാണ്. അത് ഏത് വർഷം? അത് 2012 10-12 ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് ജോലിക്ക് പോകാനുണ്ട്. അങ്ങനെ പറ്റില്ല. 2 ദിവസം ജോലിക്ക് പോയാൽ പിന്നെ ഞാൻ വീട്ടിലിരിപ്പാണ്. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ ജോലി നഷ്ടപ്പെടും. പിന്നെ ജോലി തിരക്കി നടന്ന് എവിടെയെങ്കിലും കിട്ടുമ്പോഴത്തേനും പിന്നെ അവിടെ കയറും. കൂട്ടുകാരന് അങ്ങനെ ഒരു ഇത് ദാനം ചെയ്യാൻ വേണ്ടി തോന്നിയത് എന്താ? അങ്ങനെ കാരണം ദാനം കൊടുക്കാറുണ്ട്. എനിക്ക് ആൾക്കാർക്ക് ഉപകാരം ചെയ്യുന്നതും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ആർക്കെങ്കിലും കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിലില്ല. എങ്കിലും അയാൾക്ക് അങ്ങനെ സുഖം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് എൻ്റെ ഗ്രൂപ്പും അയാളുടെ ഗ്രൂപ്പും കൂടെ നല്ല ഇതായിരുന്നു. അപ്പോൾ അന്നേരം അങ്ങനെ ചെയ്തപ്പോഴത്തേന് ഞാൻ എൻ്റെ വീട്ടുകാരറിയാതെ 6 മാസം എറണാകുളം പോയി ചെക്കപ്പ് ചെയ്തു. ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കമ്മിറ്റി കൂടുമ്പോഴത്തേനും ഒന്ന് അമ്മയുടെ സമ്മതം, ഭാര്യയുടെ സമ്മതം വേണം. അപ്പോൾ ഭാര്യയുടെ സമ്മതം വരുമ്പോഴത്തേന് അത് നടന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് വന്ന് അച്ഛനോട് കള്ളം പറഞ്ഞിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് കോട്ടയത്ത് പോയി. കോട്ടയത്ത് ചെന്ന് സ്റ്റാൻഡ് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം പറയുന്നത്, ഇതുപോലെ ഒരാൾക്ക് കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ അമ്മ നടന്നുകൊണ്ട് അടക്കം പറഞ്ഞു, നിനക്ക് 2 ആമ്പിള്ളേരില്ലേ, നീ എന്താ വെച്ചിട്ട്? അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ അപ്പോഴും ഇപ്പോഴും ചിന്തിക്കുന്നത് ജനിച്ചാലൊരു മരണം ഉണ്ടാതെ എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കാരണം ഒരാളോട് രക്ഷപ്പെടുന്നെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അങ്ങനെ അമ്മ വന്ന് വക്കീലുമാരും ഡോക്ടർമാരും ഒക്കെ ഇരിക്കും. അമ്മയ്ക്ക് എന്തോ സംസാരിക്കേണ്ട കാര്യത്തില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ ഇഷ്ടാനുസരിച്ച് ഞാൻ ചെയ്യുന്നതെന്ന് അമ്മ അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ അമ്മ പറഞ്ഞു, കമ്മിറ്റി പാസ്സായി. അതിൻ്റെ 4-ാമത്തെ ദിവസം എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോഴും ഡോക്ടറിനോട് പറഞ്ഞു, ഒരു സിസേറിയൻ ചെയ്യുന്നുള്ളൊരു ഓപ്പറേഷനാണ്, മരണം വരെ സംഭവിക്കാം, മാറണമെങ്കിൽ മാറാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു ജനിച്ചാൽ അന്നെന്തെങ്കിലും ഒരു മരണം കാണും. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ചെയ്തു. ദൈവത്തിൻ്റെ കൃപ എനിക്ക് ഇന്ന് വരെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി എൻ്റെ മക്കളെ ഞാൻ ഇത്രയും വളർത്തിയത്. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഇപ്പം എനിക്ക് പ്രായമായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിലും എനിക്ക് വീടില്ലാതെ വന്നപ്പോഴത്തേക്കിന് ഒരുപാട് വിഷമിച്ചപ്പോഴത്തേക്കിന് ടീച്ചർ വന്ന് എനിക്കിങ്ങനെ വീട് വെച്ച് തരാനാണ് ടീച്ചർ കഴിഞ്ഞാൽ എനിക്ക് ടീച്ചർ ദൈവത്തെ പോലാണ്. ഇപ്പം എനിക്ക് കയറി കിടക്കാം. ഇന്ന് ഞാൻ ചെത്തുപോയാലും എൻ്റെ മക്കൾക്ക് കയറി കിടക്കാൻ ഒരിടമുണ്ട്. അത്രയും സുരക്ഷിതമായിട്ട് കിടക്കാം. അപ്പം സുനിൽ ടീച്ചറാണ് നമുക്കിപ്പോൾ ഉള്ളത്. സുനിൽ ടീച്ചറിൻ്റെ 365ാമത് നൽകുന്ന വീട് ഇപ്പം ബിനുവിനാണ് കൊടുത്തത്.
കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ബിനുവിനും ബിനുവിൻ്റെ 2 കുട്ടികൾക്കും നടക്കുന്ന, അതായത് 2 ആൺകുട്ടികളാണ്. അപ്പം ബിനുവിന് വീടില്ല എന്ന് പറഞ്ഞ് എൻ്റെ അരികെ വരികയായിരുന്നു, വീട്ടിൽ വരികയായിരുന്നു. അപ്പോൾ ചോദിച്ച സമയത്ത് പഞ്ചായത്തിൽ നിന്ന് ആദ്യം കിട്ടിയൊരു വീടാണ്. സാധാരണ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടുകൾ അങ്ങനെ ചെയ്യാറില്ല. കാര്യം നമുക്കൊരു ആൾ തരുന്ന പൈസ കൊണ്ട് ഒരു വീട്, അത് നമ്മൾ ചെയ്യുന്നുണ്ടേ അതിനകത്ത് നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള വീടുകളാണ്. അപ്പോൾ ഇത് ബിനുവിൻ്റെ ആ ഒരു സാഹചര്യം എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയത്, ബിനുവിൻ്റെ കിഡ്നി സ്വന്തം കൂട്ടുകാരൻ, അതും യാതൊരു നിവൃത്തിയില്ലാത്ത ഒരാൾക്ക് കൂട്ടുകാരനെന്നുള്ള രീതിയിൽ ദാനം ചെയ്തു എന്നറിഞ്ഞപ്പോൾ അത് വലിയൊരു മഹത്തായ കാര്യമായിട്ട് തന്നെ ഞാൻ കരുതി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജോൺ നിത എന്ന് പറഞ്ഞ 2 പേരുണ്ട്. അവരോട് നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവരെനിക്കൊരു വീട് ചെയ്യാമെന്ന് പറഞ്ഞ് പല വീടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ജോണ നമുക്ക് ഇങ്ങനൊരു ഇതുണ്ട്, എന്തോ വേണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ടീച്ചർ ചെയ്തോ, നല്ല കാര്യമല്ലേ, നമുക്കത് ബാക്കി ചെയ്ത് പൂർത്തീകരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജോണും നിത തന്ന പൈസ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വീട്. അപ്പം ബാക്കി എന്തോ പഞ്ചായത്തിൽ, അതായത് ഇത് ബേസ് ഈ കട്ടളയുടെ നിരപ്പിലാണ് പണിതിട്ടിരുന്നത്. പിന്നെ ബാത്റൂം സൗകര്യങ്ങളൊന്നും ആ സ്പേസൊന്നും അതിനകത്തില്ലായിരുന്നു. അപ്പം നമ്മൾ 2 മുറികളും അതിനകത്തൊരു ബാത്റൂമിൻ്റെ ഒരു സ്പേസ് കൂടെ ആക്കി, ബാത്റൂമും എല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ് നമ്മൾ പിന്നീട് വാർത്ത് നല്ല ഫിനിഷ് ചെയ്ത്, പിന്നെ ഇച്ചിരി മോഡിഫിക്കേഷനൊക്കെ വരുത്തി, അതായത് ഒരു വരാന്ത പോലൊരു പാർട്ടൂടൊക്കെ ആക്കി നമ്മൾ നല്ല രീതിയിലത് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഇവരെ പോലെ അല്ലാതെ നമുക്ക് പല രീതിയിലുള്ള സഹായം നമുക്ക് ചെയ്യാം. ബിനുവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, പക്ഷേ അവർ വേറെ താമസിക്കുന്ന ഒരു കുടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. പഠിക്കുന്ന പിള്ളേരാണ്. അപ്പം വേറെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു സഹായം ചെയ്തു. അങ്ങനെയാണ് 365-ാമത്തെ വീട് ജോൺ നിതയുടെ സഹായത്താൽ നമ്മൾ വർക്കായിട്ട് ചെയ്തു കൊടുത്തു. അപ്പോൾ ഇനി വാർത്തെല്ലാം ചെയ്തു, എല്ലാം കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് മുകളിലോട്ട് റോഡിലോട്ടുള്ള ഇറങ്ങാനുള്ളൊരു ഇതും ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പം മേളിലും സ്റ്റെയർ വേണമെങ്കിൽ അവർക്ക് രണ്ടാമത് എപ്പോഴേലും കാലത്ത് പൈസ, കുട്ടികൾ പഠിച്ചൊരു നല്ല നിലയിലാകുന്ന സമയത്ത് വേണമെങ്കിൽ മേളിലൊരു നിലയും കൂടെ അവർക്ക് പഠിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത് നല്ലതായിട്ട് ചെയ്തു. ഏതായാലും 12 വർഷങ്ങൾക്ക് മുൻപാണ് സുഹൃത്തിന് ഈ ബിനു കിഡ്നി ദാനം ചെയ്ത് വീട്ടുകാരുടെ പോലും സമ്മതമില്ലാതെ സ്വന്തമായി എടുത്തൊരു തീരുമാനമായിരുന്നു. അതേ തുടർന്നാണ് ബിനുവിനെ കാര്യമായി ജോലിക്കൊന്നും പോകാൻ കഴിയാതെ വന്നു. വീട് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ വലിയ വിഷമത്തിൽ കഴിയുമ്പോഴാണ് സുനിൽ ടീച്ചറിനെ പരിചയപ്പെടുത്തുന്നത്. ഏതായാലും സുനിൽ ടീച്ചർ അവർക്ക് സുരക്ഷിതമായ ഒരു വീട് നിർമ്മിച്ച് നൽകുകയായിരുന്നു. ബിനു ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. 2 ആൺമക്കളാണ് കൂടെയുള്ളത്. അവർക്ക് സുരക്ഷിതമായ ഒരു വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ബിനു ഇപ്പോൾ ഈ വീട്ടിൽ കഴിയുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ഷാ, മറുനാടൻ മലയാളി, പത്തനംതിട്ട.